പ്രിയപ്പെട്ട പത്രപ്രവർത്തക സുഹൃത്തുക്കൾക്ക് നമസ്കാരം. കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എസ്തെറ്റിക്സ് ക്രിയേറ്റീവ് ഫൗണ്ടേഷൻ്റെ പ്രഥമ കവിതാ പുരസ്കാരം ഇക്കുറി മലയാളത്തിലെ ശ്രദ്ധേയയായ എഴുത്തുകാരി ശ്രീമതി പുഷ്പ കുളവയലിൻ്റെ മുറ്റത്തായോളം എന്ന കാവ്യ സമാഹാരത്തിനാണ്. എസ്തെറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ പ്രസാധന കലയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് തികച്ചും അപ്രതീക്ഷിതമായിട്ട് ചില അപൂർവ കൃതികൾ പ്രകാശനം ചെയ്തുകൊണ്ടാണ് എസ്തെറ്റിക്സ് പ്രസാധന രംഗത്തേക്ക് വന്നത്. എന്നാൽ ഈ 5 വർഷത്തിനുള്ളിൽ തന്നെ 250ഓളം പുസ്തകങ്ങൾ പല മേഖലകളിൽപ്പെട്ടത് പ്രസിദ്ധീകരിക്കുവാൻ എസ്തെറ്റിക്സിന് കഴിഞ്ഞിട്ടുണ്ട്. ബാലസാഹിത്യം, കവിത, ലേഖനങ്ങൾ, പഠനങ്ങൾ, അങ്ങനെ എഴുത്തിൻ്റെ വിവിധ മേഖലകളിലും എഴുത്തിൻ്റെ വിവിധ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരുടെ ആത്മകഥാ കുറിപ്പുകൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ എസ്തെറ്റിക്സിന് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 5ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ മെയ് മാസത്തിൽ ഒരു പുരസ്കാരം കൊടുത്തുകൊണ്ട് ഈ ആഘോഷത്തെ കൂടുതൽ അർത്ഥവത്താക്കണം, സാംസ്കാരിക രംഗത്ത് കൂടുതൽ ചടുലമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് എസ്തെറ്റിക്സ് ക്രിയേറ്റീവ് ഫൗണ്ടേഷൻ ഒരു കവിതാ മത്സരം നടത്താനായിട്ട് ആഗ്രഹിച്ചത്. അതിൻ്റെ വലിയ പ്രത്യേകതയായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഈ പുരസ്കാരം ലഭിക്കുന്ന എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ നാട്ടിൽ വെച്ച് തന്നെ എസ്തെറ്റിക്സിൻ്റെ ഈ പ്രഥമ കവിതാ പുരസ്കാരം നൽകും എന്നുള്ളതാണ്. ഒരുപക്ഷെ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എസ്തെറ്റിക്സിൻ്റെ ആസ്ഥാനം കൊല്ലമാണല്ലോ, പിന്നെ എന്തിനാണ് എഴുത്തുകാരൻ്റെ നാട്ടിൽ വെച്ച് ഇത് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു വളരെ രസകരമായൊരു മറുപടി, ഈ വിശുദ്ധ വേദപുസ്തകത്തിലൊരു വചനമുണ്ട്, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ പ്രസക്തിയില്ല എന്നുള്ളത്. അപ്പം എഴുത്തുകാരൻ അവൻ്റെ നാട്ടിൽ ഏറ്റവും അവസാനം സമാദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പുഷ്പ കുളവയലിന് പുരസ്കാരം ലഭിക്കുമ്പോൾ പുഷ്പയുടെ നാട് കാഞ്ഞങ്ങാടാണ്. ഇവിടെ വെച്ച് ഇത് കൊടുക്കുമ്പോൾ ഈ സമൂഹം ഒന്നടങ്കം അത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, എസ്തെറ്റിക്സിൻ്റെ ഒരു വളർച്ച ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളൊരു അവസരം കൂടിയായിട്ട് അത് മാറുന്നു. അങ്ങനൊരു അർത്ഥവത്തായിട്ടുള്ള ഒരു സാംസ്കാരിക സദസ്സാണ് മെയ് 12-ാം തീയതി, അതായത് നാളെ ഞായറാഴ്ച വൈകിട്ട് 3:30 പി സ്മാരക ഹാളിൽ മന്ദിരത്തിൽ വെച്ചിട്ട് പുഷ്പയ്ക്ക് കൊടുക്കുന്നത്. ഇത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പത്രപ്രവർത്തക സുഹൃത്തുക്കളും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം നല്ല താല്പര്യത്തോടു കൂടി തന്നെ സ്വീകരിക്കണമെന്നും ഈ എഴുത്തുകാരിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്നും താഴ്മയായിട്ട് അഭ്യർത്ഥിച്ചു. പോരെ പരിപാടി